നിങ്ങളൊരു അമ്മയാണെങ്കിൽ, നിങ്ങളിപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുകയാണ്, ഇത് എൻ്റെ കുട്ടിയല്ലേ എന്ന ഒരു സംശയം. രാജേഷ് രവി സംവിധാനം ചെയ്ത് വിനയ് ഫോർട്ട് നായകനും ലിജോ മോൾ നായികയായിട്ട് അഭിനയിച്ച സംശയം എന്ന സിനിമയുടെ പ്രീവ്യൂ കണ്ടു. ഈ സിനിമ ശരിക്കും ഒരു മനസ്സിന്റെ പൊളിറ്റിക്സ് ആണ്. അതുമാത്രമല്ല, സംശയത്തിന്റെ കോൺഫ്ലിക്റ്റ്, വർണ്ണത്തിന്റെ വേർതിരിവ്, സമ്മതമില്ലാത്ത മാതൃത്വം എന്നിവയുള്ള കാര്യങ്ങളെല്ലാം മൾട്ടിപ്പിൾ ലെവലായിട്ട് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവി തന്നെയാണ് സംശയം. സിനിമയുടെ പ്രമേയം കാണുമ്പോൾ തോമസ് വിൻബർഗ് എന്ന സംവിധായകന്റെ ഇമോഷണൽ ട്രോമ ഉള്ള സിനിമകള് നിങ്ങൾക്ക് ഓർമ്മ വന്നേക്കാം. പക്ഷെ സംശയം ഇതിനെക്കാട്ടിലും റൂട്ടഡ് ആണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായതായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. സംശയത്തിൽ ബർത്ത് പൊളിറ്റിക്സ്, മെറ്റേണിറ്റി വെച്ച ഐഡന്റിറ്റി, ഇതെല്ലാം വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു പോകുന്ന ഒരു സിനിമ തന്നെയാണ്. അതിൽ വിനയ് ഫോർട്ടിന്റെ കഥാപാത്രം എടുത്തോളൂ. സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അധികം നാടൊന്നും കാണാത്ത, വിദ്യാഭ്യാസം കുറവുള്ള ഒരാൾ എങ്ങനെയൊക്കെ ചിന്തിക്കും? അയാൾ കൂടുതലും സെൽഫിഷ് ആയിരിക്കും. ആ ഒരു സ്വഭാവം വിനയ് ഫോർട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് റേസിസം ഒരു സർഫേസ് ലെവലിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല, അതൊരു ഇന്നർ പൊളിറ്റിക്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെൻസ് ചെയ്ത് എടുക്കണം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ പറഞ്ഞു പോകുന്നത് സ്കിൻ ടോണ്, കൾച്ചർ, കാസ്റ്റ്, മെഡിക്കൽ നെഗ്ലിജൻസ്, കൾച്ചറൽ എൻടൈറ്റ്മെന്റ് ഒന്നിച്ച് മാറ്റിയുള്ള ഒരു ലെയേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരാളെ തിരിച്ചറിയാനും വിലയിരുത്താനും അയാളുടെ സ്കിൻ ടോൺ ഒരു പ്രോബ്ലമാറ്റിക് ആണ് എന്ന് തന്നെയാണ് സിനിമ പറയുന്നത്. പക്ഷെ അതൊരു റിയാലിറ്റി കൂടിയാണ് എന്നതും ഈ സിനിമ പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിൽ ഒരു പേടിയും സംശയം ചിലപ്പോൾ തോന്നിയേക്കാം. മാതൃത്വം ഒരു പ്രസ്ഥാനമാകുമ്പോൾ അമ്മമാർക്ക് വരുന്ന ട്രോമ, ഐ ആം ഓൾ റൈറ്റ്, ഐ ആം പാരനോയിഡ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ലിജോ മോളുടെ മെന്റൽ സ്റ്റേറ്റ് അത് എങ്ങനെയൊക്കെ കടന്നു പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ട മനസ്സിലാവും. ഇതിനു മുമ്പ് ജയ് ഭീമിൽ അവരത് തെളിയിച്ചതാണ്. എന്നാലും ഇത് അതായിട്ട് താരതമ്യം ചെയ്യുകയല്ല, പക്ഷെ ഇത് വേറൊരു ലെവലാണ്. ലിജോ മോൾ മാത്രമല്ല, ഇതിൽ പ്രിയംവദയെ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞെട്ടിക്കുക തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഷറഫുദ്ദീനും ഞെട്ടിക്കുന്ന അഭിനയം ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം ഒരു ഡയലോഗൊന്നും ഇല്ലാതെ ഒരു സീന് എക്സ്പ്രഷനിലൂടെ മാത്രം കോമഡിയാക്കി മാറ്റാം എന്ന് ഷറഫുദ്ദീൻ ഇതിനു മുമ്പ് തെളിയിച്ചതാണ്. പക്ഷെ പല സീനുകളും അദ്ദേഹത്തിന്റെ അപ്പിയറൻസിലാണ് ആ സീന് നന്നായിരിക്കുന്നത്. നമ്മുടെ കാഴ്ചയിലല്ല, കാഴ്ചപ്പാടിലാണ് വ്യത്യാസം വരുത്തേണ്ടത് എന്നതും ഈ സിനിമ നന്നായിട്ട് പറയുന്നുണ്ട്. ആ ഒരു മോറൽ സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻ ഈ സിനിമയിൽ പക്കയായിട്ട് പ്രേക്ഷകരോട് ചോദിക്കുന്നുമുണ്ട്. രാജേഷ് രവി എന്ന സംവിധായകന്റെ ആ സിനിമയോട് കാണിച്ച അപ്രോച്ച് വളരെ റിയലിസ്റ്റിക് ആണ്. ഇത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമയെ തോന്നുന്നു. ഇതിനു മുമ്പ് ആർക്കറിയാം എന്നൊരു സിനിമ മൂപ്പര് റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള സിനിമകൾ ഏതാണെന്ന് എനിക്ക് അറിയില്ല. ഓരോ സീനിലും ഡയലോഗ്സ് ഡെലിവറി ഡ്രാമ ഇല്ലാതെ ആ ഡയലോഗ് കമ്മിയാക്കിയിട്ട് എങ്ങനെ ആ സീനെ അവതരിപ്പിക്കാം എന്നതുകൂടി ആ സിനിമയെ നന്നായിട്ട് തന്നെ രാജേഷ് രവി എന്ന സംവിധായകൻ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിനയ് ഫോർട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന ഏത് സിനിമ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊളിറ്റിക്സ് കാണും. ഇതിനു മുമ്പ് തമാശ എന്ന സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ബോഡി ഷെയിം എന്ന പൊളിറ്റിക്സ് നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലത്തെ വേറൊരു തരം പൊളിറ്റിക്സ് ആണ് ഈ സിനിമയിലും പറയുന്നത്. ഫ്രെയിംസ് ഒക്കെ നല്ലൊരു മ്യൂട്ടഡ് ഫ്രെയിംസാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ സിനിമയ്ക്ക് വേണ്ട ഫ്രെയിംസ് തന്നെ വെച്ചിട്ടുള്ളൂ. അതുമാത്രമല്ല, മ്യൂട്ടഡ് ഫ്രെയിംസ് വെക്കുമ്പോൾ സീരിയൽ ടൈപ്പ് ആവാണ്ടേയും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല സബ്റ്റിലായിട്ട് തന്നെ ഈ സിനിമേനെ എലിവേറ്റ് ചെയ്യാൻ നന്നായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് വിഷ്വലിലും കഥയിലും ഈ സിനിമ ഡൗൺ ആണ് എന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സംശയം ഒരു സസ്പെൻസ് മൂവി ഒന്നുമല്ല. ഇത് നമ്മുടെ സമൂഹം, മാതൃത്വം, സ്കിൻ ടോണ്, മോറൽ ഡിലേമ കമ്പൈൻ ചെയ്യുന്ന വൺ ഓഫ് എ കൈൻഡ് ഇമോഷണൽ ജേണി തന്നെയാണ്.